ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലാൽബാഗ് ഗാർഡനിലാണ്. ഞാൻ അവിടെ ഒരു സെക്യുലൻസ് ഷോപ്പ് കണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആ ഷോപ്പിലാണുള്ളത്. അപ്പം ഞാനത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് സെക്യുലൻ വെറൈറ്റീസാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ പ്രൈസ് റേഞ്ച് 400 ആണ് ഇവിടെ പറയുന്നത്. നല്ല രസമുള്ള സെക്യുലൻസ് ആണ്. താമരപ്പൂനെ പോലെയുണ്ട് എല്ലാം കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒന്നിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെറൈറ്റിയാണ്. സെക്യുലൻസിൻ്റെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണിത്, ഈ ഒരു സെക്യുലൻറ്റ്. ഇതിൻ്റെയൊക്കെ റേറ്റ് 400 ആണേ. പിന്നെ ഇവിടെ വരുന്നുണ്ട്, ഇതെല്ലാം വലിയ സെക്യുലൻസാണ്. ഇവിടെ എല്ലാം വരുന്നത് വലിയ കളർ സെക്യുലൻസാണ്. ഇത് 250 റേറ്റ് ആണ് കേട്ടോ. 250, 150 റേറ്റ് ഉള്ളതാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഒന്നും വെള്ളം അധികം വേണ്ടാത്ത ചെടികളാണ്. ഏകദേശം 1 മാസത്തോളം വെള്ളമില്ലാതെയൊക്കെ നിൽക്കും. എൻ്റെ കയ്യിലുള്ള എല്ലാം 1 മാസത്തോളം. ഞാനൊരു 2-3 ആഴ്ച കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. ഇതിനൊക്കെ 150 ആണ് കേട്ടോ റേഞ്ച്. 150 റേറ്റിൻ്റെയാണ് ഇതെല്ലാം. പിന്നെ അടുത്തത് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് സെക്യുലൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ. ലാൽബാഗ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഇതെല്ലാം 300 റേറ്റ് ആണ്. ഇവിടെ ഈ കാണുന്ന എല്ലാം 300 റേറ്റ് ആണ്. എഗെയിൻ വീണ്ടും ഒരു സെക്യുലൻസ്. ഇതിൻ്റെ റേറ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 200 ആണ് ഇതിൻ്റെ റേറ്റ്, 200. പിന്നെ ഇവിടെ സെക്യുലൻസ് ബോൺസായി ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് സെക്യുലൻസ് ബോൺസായി. ഇവിടെ കണ്ടില്ലേ ഒരു ബുദ്ധയുടെ ഇതിൽ. അപ്പം ഈ ഒരു ഷോപ്പിൽ മൊത്തം സെക്യുലൻ്റ് ആണ്. നമുക്കിനി വേറെ ഷോപ്പിലോട്ടൊക്കെ പോകാം. ഭയങ്കര തിരക്കാണ്. മലയാളീസുകളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇവിടെ ഒരു ആനക്കുട്ടിയുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, ഇവിടെ ഒരു കാക്ടസ് പൂവിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ. ഈ പ്രൈസ് റേഞ്ച് എല്ലാം 400 ആണ് വരുന്നത്. നിങ്ങൾക്ക് സെക്യുലൻസ്, വെറൈറ്റി ഓഫ് സെക്യുലൻസ് വേണമെങ്കിൽ ലാൽബാഗ് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമ്മുടെ ഈ സെക്യുലൻ്റ് ആണോ, ഒരു കാക്ടസിൻ്റെ ഏതോ ഒരു വെറൈറ്റിയാണ് തോന്നുന്നു. ഇത് നമ്മുടെ ക്രിപ്റ്റാന്തസ് ആണ്. ഇത് റെഡ് ക്രിപ്റ്റാന്തസ് ആണ്. എൻ്റെ ഇതിൻ്റെ റോസ് കളറുണ്ട്. ഇത് നോക്കിക്കേ, പഞ്ഞിക്കെട്ട് പോലെ ഒരു കാക്ടസ്. ഇവിടെ ജെയ്ഡ് പ്ലാന്റ് കണ്ടു. ജെയ്ഡ് അങ്ങ് വളർന്ന് പൂത്തൊലഞ്ഞ് നിൽക്കുവാണ്. ഇതെല്ലാം കാക്ടസ് പൂവിട്ട് നിൽക്കുവാണേ. ഇൻഡോർ മതി. ഇതെല്ലാം നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ്. ഇൻ കേസ് ഇപ്പം നമ്മൾ 1 മാസത്തോളം വീട്ടിലില്ലെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് വാടാതെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവുന്ന ചെടികളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട്. എങ്ങനെ തനിയെ വന്നതാണോ എന്തോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്